ഹായ് ഗൈസ്, ലാവുസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ കറിയാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ കോഴിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെക്കുക. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു വലിയ ഉള്ളി, 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പിലയും നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതിവിടെ മാറ്റി വയ്ക്കുക. ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മസാല കരിഞ്ഞു പോകും. വറുത്തെടുത്ത മസാല നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനിലിട്ട് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനും മസാലയും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കണം. നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുക. 15 മിനിറ്റിന് ശേഷം ഇത് ഗ്യാസിലേക്ക് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ്റെ അതേ ലെവൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് തിളപ്പിക്കുക. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആർക്കും പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. കുരുമുളക് കൂടുതലായിട്ട് വേണ്ടുന്നവർ ആവശ്യത്തിന് കൂടുതൽ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ മാത്രമേ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം ചിക്കൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഡ്രൈ ആക്കി വേണമെങ്കിലും എടുക്കുക. ഞാൻ ചപ്പാത്തിക്ക് ഉള്ള ഒരു കറി ആയതിനാൽ ഞാൻ കുറച്ച് ഗ്രേവി തന്നെ ഓഫാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഉള്ളി വറുത്തിടേണ്ടതുണ്ട്. അതിനു വേണ്ടി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് അതിന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഉള്ളി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഉള്ളി ഇതേപോലെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതെടുത്ത് നേരത്തെ ഉള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഗ്രേവി ഇത്ര വേണ്ടാത്തവർ കുറച്ചും കൂടെ ഗ്യാസ് ഓൺ ചെയ്ത് തിളപ്പിച്ച് കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഉള്ളി വറുത്തിടുന്നതായിരിക്കും വളരെ നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ചിക്കന് ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.